ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഐറ്റം. ഇത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അപ്പോൾ പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു സവാള ചേർക്കുന്നുണ്ട്, 5-6 പച്ചമുളക് എരിവിന് ചേർക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് ഐറ്റംസ് ചേർക്കുന്നത്. സ്റ്റാർട്ടേഴ്സിനെ എയിം ചെയ്താണ് ഇങ്ങനൊരു റെസിപ്പി കാണിക്കുന്നത്. ഇതിപ്പം എക്സ്പേർട്ട് കുക്കുകളൊക്കെ കാണുമ്പോൾ ആലോചിക്കും, ഇതിപ്പോൾ എന്ത് കാണാനായിട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇതുപോലും അറിയാതെ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ, അന്നേരം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഇടുന്നത്. അപ്പോൾ എക്സ്പേർട്ട് കുക്കുകളൊന്നും കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സായിട്ടുള്ള ആൾക്കാരും കുക്കിങ്ങിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. സവാളയും ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്കയും സവാളയും എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. അന്നേരം അത് നന്നായിട്ട് വെന്ത് കിട്ടും. കോവയ്ക്ക ഒരുപാട് വേവൊന്നുമില്ല കോവയ്ക്കയ്ക്ക്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ കോവയ്ക്ക വെന്ത് കിട്ടും. കോവയ്ക്ക വേകാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഇറങ്ങും. അതിനാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ ഒന്നുകൂടെ അത് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക ഓൾമോസ്റ്റ് വെന്ത് റെഡിയാവും. പിന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്നുവെച്ചാൽ മെഴുക്കുവരട്ടി ആകുമ്പോൾ അതൊന്ന് മൂത്ത് വന്നാലല്ലേ മെഴുക്കുവരട്ടിയുടെ പരുവാകത്തുള്ളൂ. പിന്നെ മെഴുക്കുവരട്ടി എപ്പോഴും ആ മൂത്തൊരു ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റും വരുന്നത്. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടെ അടച്ചു വെക്കേണ്ട ആവശ്യം പിന്നെയില്ല. പിന്നെ തുറന്ന് വെച്ച് തന്നെ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ നമുക്കത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ പച്ചമുളക് അങ്ങ് കിടന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പച്ചമുളക് ചേർക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെ കളറല്ലേ കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ലാസ്റ്റ് ചേർക്കുന്നത്. ഇനിയിപ്പം പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നാൽ മതി. കോവയ്ക്കൊന്ന് നല്ലൊരു ഫ്രൈ ആയി വരുന്ന ഒരു പരുവമുണ്ടല്ലോ, മെഴുക്കുവരട്ടിയുടെ പരുവം ഓൾമോസ്റ്റ് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ. ആ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കോണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങി. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടിയിലുള്ള കോവയ്ക്ക കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നുകൂടെ കളറും കിട്ടും, ഒന്നുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ. എരിവൊക്കെ കറക്റ്റായിട്ട് അതിൽ പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് കോവയ്ക്കയുടെ കൂടെ ലാസ്റ്റ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഓൾറെഡി പച്ചമുളകും 3-4 ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എരിവ് കിട്ടും. പിന്നെ ഒരു കളറിനും ഒരു ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അതിൻ്റെ ആ കോവയ്ക്കയിലെല്ലാം മുളക് പൊടി ഒന്ന് മിക്സായി വരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. അന്നേരം ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് വന്നാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാവും. ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒരു തൈരും അച്ചാറും ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി മാത്രം മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. നമുക്ക് വേറെ ഒരു കറിയില്ലെങ്കിലും കഴിക്കാൻ സാധിക്കും. അപ്പോൾ എളുപ്പമല്ലേ? എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഈ ചാനലും വീഡിയോയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കൂടി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രം സ്വപ്ന അരുൺ.